നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പലസ്തീനെക്കുറിച്ചാണല്ലോ. പാലസ്റ്റൈനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നാം നമ്മുടെ ചിന്തനയ്ക്കായി എടുത്തിട്ടുള്ളത്. അപ്പോൾ ജനസിസ് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഹാം കനാൻ്റെ പിതാവാണെന്ന് പറയുന്നു. ഹാമാണ് കനാൻ്റെ പിതാവ്. കനാൻ എന്നുള്ളത് ഹാമിൻ്റെ മകനാണ്. ആ മകൻ്റെ പേരാണ് ഈ പറയുന്നതായ കനാൻ എന്ന് പറഞ്ഞ ദേശത്തിന് ഇട്ടിട്ടുള്ളതായ പേര്. അതായത് 9-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമുക്ക് കാണാമത്. കനാൻ പിതാവായ ഹാം ശപിക്കപ്പെട്ടവനായിരുന്നു. കനാൻ പിതാവായ ഹാം, അതായത് ഹാമിൻ്റെ പിതാവ് കനാൻ ശപിക്കപ്പെട്ടവനായിരുന്നു. അവൻ തൻ്റെ സഹോദരന്മാർക്ക് അധമ ദാസനായിത്തീരും. ഹാം അഥവാ കനാൻ്റെ പുത്രന്മാർ സിദോൻ, ഹേത്ത്, യെബൂസ്യൻ, അമോര്യർ, ഗിർസ്യൻ, ഹിവ്യൻ, അർക്യൻ, സീന്യൻ, അർവാദ്യൻ, ശമാര്യൻ, ഹമാത്യൻ എന്നിവരാണ്. അപ്പോൾ ഇവരൊക്കെ താമസിച്ചിരുന്ന ഒരു ദേശമാണ് ഈ കനാൻ ദേശം. കനാൻ്റെ അതിരുകൾ എന്ന് പറയുന്നത് സിദോൻ തുടങ്ങി ഗരാർ വഴിയായി ഗസ്സ വരെയും സോതോമും ഗോമോരയും ആത്മയും സെബോയിമും വഴിയായി ലാശ വരെയും ആയിരുന്നു. ഈ പറയുന്ന ഗസ്സ, ലാസ എന്നുള്ള പേരൊക്കെ നമുക്ക് ഇന്നും ആ ദേശത്തുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഈ കനാൻ എങ്ങനെ ശപിക്കപ്പെട്ടതെന്ന് നമുക്കറിയാമല്ലോ. അതായത് അദ്ദേഹത്തിൻ്റെ പിതാവായ നോഹ വീഞ്ഞ് കുടിച്ച് അബോധാവസ്ഥയിൽ കിടക്കുന്ന സമയമുള്ള സംഭവവും അതിനോടനുബന്ധിച്ചുള്ള കാര്യമെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. അങ്ങനെയാണ് ഈ കനാൻ, ഈ മൂന്നാമത്തെ പുത്രനായ ഈ പറഞ്ഞ ഹാം ശപിക്കപ്പെടുന്നത്. അങ്ങനെയാണ്. അങ്ങനെ ശപിക്കപ്പെട്ട പുത്രനാണ് ഈ പറഞ്ഞായ ഹാം. ആ ഹാമിൻ്റെ രണ്ട് ജ്യേഷ്ഠന്മാരുടെയും കീഴിൽ അടിമയായിട്ടാണ് ഇവൻ നിന്നിരുന്നത്. ഒരു അധമ അടിമയായിട്ടാണ് നിന്നിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 1 ദിനവൃത്താന്തം, അതായത് ക്രോണിക്കിൾ 1:1 നോക്കാം. ഹാമിൻ്റെ പുത്രന്മാർ കൂഷ്, മിസ്രയീം, പൂത്ത്, കനാൻ. ഇതാണ് ഹാമിൻ്റെ മക്കളുടെ പേര്. ഹാമിൻ്റെ പുത്രന്മാർ വേറെ മക്കളുണ്ട്. എന്നാലും ആദ്യത്തെ 4 പുത്രന്മാരെ ഞാൻ എടുത്തുന്നേ ഉള്ളൂ. ഹാമിൻ്റെ ആദ്യത്തെ പുത്രൻ കൂഷ്, രണ്ടാമത്തേൻ മിസ്രയീം, മൂന്നാമത്തേൻ പൂത്ത്, നാലാമത്തേൻ കനാൻ. ഇതാണ് ആ മക്കളുടെ പേര്. ഇനി കനാൻ ദേശം ജനസിസ് 11-ാം അധ്യായം 31-ാം വാക്യം നാം എടുത്തു നോക്കുക. അതിൽ തേരഹ് തൻ്റെ മകനായ അബ്രാമിനെയും ഹാരാൻ്റെ മകനായ തൻ്റെ പൗത്രൻ ലോത്തിനെയും അബ്രാമിൻ്റെ ഭാര്യയായ സാറയെയും കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്നും കനാൻ ദേശത്തേക്ക് വന്നു, അവിടെ പാർത്തു. അങ്ങനെ ഊരിൽ നിന്നും തേരഹിൻ്റെ മകനായ അബ്രഹാമും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പൗത്രൻ ലോത്തിനെയും കൊണ്ട് ഈ ഊരിൽ നിന്നും അവർ പുറപ്പെട്ടു. അങ്ങനെ കനാൻ ദേശത്തെത്തി കനാൻ ദേശത്ത് വാസം ഉറപ്പിച്ചു എന്ന് ബൈബിളിൽ നമുക്ക് ശരിക്കറിയാം. അങ്ങനെയാണ് അബ്രഹാമിൻ്റെ ദേശമായ കനാൻ ദേശം, അതുപോലെ മോശയുടെ ദേശമായ കനാൻ ദേശം എന്ന് പുറപ്പാടിൽ പറയുന്നുണ്ട്. അത് നമുക്കറിയാം. ഇനി ദൈവം വന്ന് അബ്രഹാമിനോട് പറഞ്ഞു, അത് ജനസിസ് 17-ാം അധ്യായം 8-ാം വാക്യം നോക്കി അറിയാം. ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശം ഒക്കെയും ശാശ്വത അവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. അപ്പോൾ കനാൻ ദേശം അബ്രഹാമിന് ദൈവം ശാശ്വതമായി നൽകിയിട്ടുള്ള ദേശമാണ്. ഞാൻ നിങ്ങൾക്ക് എന്നേക്കും ദൈവമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരു ഭാഗം നമുക്ക് ജനസിസ് 17-ാം അധ്യായം 8-ാം വാക്യം നിങ്ങൾ നോക്കിയാൽ കാണാം. ഇനി ജനസിസ് 23:2 എന്താ പറയുന്നത്? കനാൻ ദേശത്ത് വെച്ച് അബ്രഹാമിൻ്റെ ഭാര്യ സാറ മരിക്കുന്നു. അവരെ അവിടെ തന്നെ അടക്കം ചെയ്യുന്നു. ഇനി അടുത്തത് ഈ പലസ്റ്റൈൻ എന്ന് പറഞ്ഞ ഈ പേരെങ്ങനെ വന്നു എന്നുള്ളതിനും അതും ഈ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്കറിയാം. ഫെലിസ്ത്യ നിവാസികൾക്ക് ഭീതി പിടിച്ചിരിക്കുന്നു. കാരണം യഹൂദായി അബ്രഹാമിൻ്റെ മക്കളും അവരുടെ ശക്തിയും അവരുടെ സമ്പത്തും എല്ലാം തന്നെ ഈ പറയുന്നതായ ഫെലിസ്ത്യൻ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. പാലസ്റ്റൈൻ ദേശക്കാർക്ക് വളരെയധികം ഭീതിയുണ്ടാക്കി, ഭയമുണ്ടാക്കി.
അതായത് പലസ്തീൻ അതിൽ ഫെലിസ്തീയ നിവാസികൾക്ക് ഭീതി പിടിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാക്യം നമുക്ക് ജനസിസ് 15:14 കാണാം. അപ്പോൾ അവിടെ താമസിച്ചിരുന്ന ആ വർഗത്തിൻ്റെ അവർ ഫെലിസ്തീയക്കാരായിരുന്നു. ആ ഫെലിസ്തീയരുടെ ആ പേരാണ് ഈ പറഞ്ഞായ പലസ്തീനിന് പിന്നെ കിട്ടിയത് എന്നാണ് ചരിത്രകാരനിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്നുള്ള പേര് എങ്ങനെ നോക്കാം. അത് ഫസ്റ്റ് സാം ചാപ്റ്റർ 13 വേഴ്സ് 19 അതിലെന്താ പറയുന്നത്? ഇസ്രായേൽ ദേശത്തേക്ക് ഒരു കൊല്ലനെ, അതായത് ബ്ലാക്ക് സ്മിത്തിനെ കാണുവാനില്ലായിരുന്നു. ഇസ്രായേൽ ദേശം മുഴുവൻ തിരഞ്ഞു നോക്കിയിട്ടും ഒരു കൊല്ലനെ കാണുവാനില്ല. എബ്രായർ വാളോ കുന്തമോ നിർമ്മിക്കരുത് എന്ന് ഫെലിസ്തീയർ പറഞ്ഞു. അപ്പോൾ ഈ ഫെലിസ്തീയരാണ് ഈ പറയുന്ന കനാൻ ദേശത്തിലെ ആദ്യം നിവാസികൾ. അവർ ഇവിടെ വന്ന് കൂടിയ കാര്യമൊക്കെ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരുന്നു. അവർ ഗ്രീക്കുമായിട്ട് കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ വലിയൊരു നിവാസികളായി മാറി. അങ്ങനെ ആണ് ഇവർക്ക് ഈ ദേശത്തിന് ഈ ഫിലിസ്തീനരുടെ ഈ ദേശത്തെ അനുബന്ധിച്ചാണ് ഈ പലസ്തീൻ എന്നുള്ള പേര് നൽകിയിരുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ബ്ലാക്ക് സ്മിത്ത് ഇല്ല. ഈ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു ബ്ലാക്ക് സ്മിത്ത്, ഒരു കൊല്ലനെ കിട്ടാനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വാളോ കുന്തമോ നിർമ്മിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതായ ഒരു വാക്യം നമുക്ക് ഇതിൽ നിന്ന് കാണാം. ലാൻഡ് ഓഫ് ദി ഹീബ്രൂസ്, എബ്രായരുടെ രാജ്യം എന്ന് പറയാൻ കാരണം എന്താ? അതും ജനസിസ് 40:15 കാണുന്നത്. ജോസഫ് പറഞ്ഞു, എന്നെ എബ്രായരുടെ ദേശത്ത് നിന്ന് കട്ടുകൊണ്ടുവന്നതാകുന്നു. ഈ കുണ്ടറയിൽ ഇടേണ്ടതിന് ഞാൻ ഇവിടെയും ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമുക്കറിയാം യോസേപ്പിൻ്റെ ജീവചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹത്തിന് അറബികൾ തൻ്റെ സഹോദരനിൽ നിന്നും കാശ് കൊടുത്ത് വാങ്ങിക്കുകയാണ്. ആ പൊട്ടക്കറ്റിൽ നിന്നും അവർ കയറ്റിയെടുത്ത് കാശ് വാങ്ങി ഈ പറയുന്നതായ മകനെ അറേബ്യർക്ക് വിൽക്കുന്നു, അറേബ്യ കച്ചവടക്കാർക്ക് വിൽക്കുന്നു. അങ്ങനെ അറേബ്യർ ഇവരെ കൊണ്ടുപോയി ഫറവോന് കൊടുക്കുന്നു. അങ്ങനെ ഫറവോൻ്റെ ദേശത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോസഫിനെ അതിയായി സ്നേഹിക്കുന്നു. പക്ഷേ ജോസഫ് അതിന് വഴങ്ങുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ കള്ളത്തരങ്ങൾ ചാർത്തി, കുറ്റം ചാർത്തി അങ്ങനെ തുറുങ്കിലടക്കുകയാണ് ചെയ്തതെന്നുള്ള പേര് നമുക്കറിയാമല്ലോ. അങ്ങനെ അപ്പോൾ ജോസഫ് ആ തുറുങ്കിൽ കിടന്നുകൊണ്ട് പറയാണ്, എന്നെ എബ്രായരുടെ ദേശത്ത് നിന്നും കട്ടുകൊണ്ടുവന്നവരാകുന്നു ഇവർ. ഈ യോസഫ് എന്ന് പറയുന്നത് യാക്കോവിൻ്റെ മകനാണ്. യാക്കോവ് എന്ന് പറഞ്ഞാൽ ഇസാക്കിൻ്റെ മകനാണ്. ഇസാക്ക് എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ മകനാണ്. നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അബ്രഹാമിൻ്റെ മക്കൾ പാരമ്പര്യമായിട്ട് താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ പറയുന്ന കനാൻ ദേശം. ഇനി ഇസ്രായേൽ 8:8 ഐസായ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ അതിൽ പറഞ്ഞ ലാൻഡ് ഓഫ് ഇമ്മാനുവേൽ എന്നാണ്. ശീലോഹാം ജലം യഹൂദിയയിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും. ഇമ്മാനുവേലെ നിൻ്റെ ദേശത്തിൻ്റെ വീതിയെ മൂടും. അവിടെ ഇമ്മാനുവേലെ എന്ന് പറഞ്ഞു. കാരണം യേശുക്രിസ്തു ജനിച്ചു വളർന്ന് മുഴുവൻ ഈ പറയുന്ന ഈ പലസ്തീനിലാണല്ലോ ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളും കിടക്കുന്നത്. ബേത്ലഹേമും നസറേത്തും ഈ പറയുന്ന ഗാലിലിയും ഒക്കെ തന്നെ കിടക്കുന്നത് അവിടെയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജന്മദേശമായ ഒരു ഭാഗമാണ് ഈ പലസ്തീൻ. ഇനി സോളമൻസ് കിങ്ഡം, അത് എവിടെ പറയുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞിരുന്നു, സോളമനാണ് ഈ പറയുന്നതായ പലസ്തീനെ 2ആയി വിഭജിച്ചത്. അതായത് ഒരു ഭാഗം ഇസ്രായേലെന്നും മറ്റൊന്ന് യഹൂദിയ എന്നുമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് 1 രാജാക്കന്മാരുടെ പുസ്തകം ഫസ്റ്റ് കിങ് ചാപ്റ്റർ 4 വേഴ്സ് 2 and 24, 2 അല്ല 21 and 24. യഹൂദിയയും ഇസ്രായേലും ശലോമോൻ വാണു. നദിക്കക്കരെയുള്ള തിഫ്സഹ് മുതൽ ഗസ്സ വരെയുള്ള സകല ദേശവും അവൻ വാണു. അപ്പോൾ ഇന്നത്തെ ഈ ഗാസ എന്ന് പറയുന്നത് തന്നെയാണ് ഈ പറയുന്ന ഗാസ. അപ്പോൾ നദിക്കക്കരെയുള്ള തിഫ്സ മുതൽ ഗസ്സ വരെയുള്ള സകല ദേശവും വാണിരുന്നത് ഈ പറയുന്നതായ ശലോമോനാണ്. ഒന്ന് യഹൂദിയയും ഇസ്രായേലും. ശലോമോൻ മുഴുവനായി രാജ്യം വാണു. നദിക്ക് അക്കരെയുള്ള തിഫ്സ മുതൽ ഗസ വരെയുള്ള സകലവും വാണു എന്ന് പറയുന്നു. ലാൻഡ് ഓഫ് ഫെർട്ടിലിറ്റി, എന്താ ലാൻഡ് ഓഫ് ഫെർട്ടിലിറ്റി? സമ്പൽ സമൃദ്ധമായ, അതായത് ഫലഭൂഷ്ടമായ മണ്ണും നല്ല കാലാവസ്ഥയുമുള്ളതായ നല്ല ഫലങ്ങൾ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിരുന്നു ഈ രാജ്യം എന്ന് ഡ്യൂട്ടറോണമി ചാപ്റ്റർ 8 വേഴ്സസ് 7, 8, 9, 10 നിങ്ങൾ വായിച്ച് നോക്കൂ. എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. പാലും തേനും മുഴുകുന്ന രാജ്യമാണല്ലോ, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ.
അപ്പോൾ അതിലങ്ങനെ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ ആ ദേശത്ത് ക്ഷാമം ഉണ്ടാകുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ആ ക്ഷാമം ഏലിയ പ്രവാചകൻ്റെ കാലത്താണ് ക്ഷാമം ഉണ്ടായിരുന്നത്. 1 രാജാക്കന്മാർ 17-ാം അധ്യായം വായിച്ച് നോക്കിയാൽ അത് മുഴുവൻ നിങ്ങൾ വായിക്കണം, എന്നാലേ അറിയുള്ളൂ. കാരണം അവിടെ ഏലിയാവിന് അവിടെ ആ രാജ്യത്ത് 2-3 വർഷമായി മഴയില്ല. അതുകൊണ്ട് തന്നെ അവിടെ ധാന്യശേഖരങ്ങളോ അതുപോലെ തന്നെ മറ്റുള്ള ഒന്നും തന്നെ ഇല്ല. അവിടെ ഒരു കൃഷിയും അവിടെ നടക്കുന്നില്ല, 3 വർഷമായിട്ട് വെള്ളം കിട്ടാത്തതുകൊണ്ട്. അങ്ങനെ അതിക്ഷാമം നടന്നു ആ രാജ്യത്ത്. കഠിനമായി ക്ഷാമം ഉണ്ടായിരുന്ന ആ സമയത്ത് ഈ ഏലിയ പ്രവാചകന് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന ഒരു കാക്കയാണെന്ന് നമുക്കറിയാം. കാക്കയാണ് വളരെ വിദൂരയിൽ നിന്നും അപ്പം കൊത്തിക്കൊണ്ടുവന്ന് ഈ പറഞ്ഞായ ഏലിയ പ്രവാചകന് കൊടുക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ആ കഥയൊക്കെ തന്നെ നമുക്കത് വായിച്ചു നോക്കിയാൽ, നിങ്ങളത് 1 രാജാക്കന്മാർ 17-ാം അധ്യായം വായിച്ചു നോക്കിയാൽ കാണാം. അപ്പോൾ ഇപ്പം ഇന്ന് ഞാനിവിടെ അതിൻ്റെ ഫെർട്ടിലിറ്റി, ലാൻഡ് ഓഫ് ഫെർട്ടിലിറ്റിയാണ്, അതുപോലെ തന്നെ ലാൻഡ് ഓഫ് ഫാമൈനാണ്, അതുപോലെ കിങ്ഡം ഓഫ് സോളമനാണ്, പിന്നെ അതുപോലെ ലാൻഡ് ഓഫ് ഇമ്മാനുവൽ അല്ലെങ്കിൽ ജീസസ് ആണ്, ലാൻഡ് ഓഫ് ഹീബ്രൂസ് ആണ്, ലാൻഡ് ഓഫ് ഇസ്രയേൽ ആണ്. ഇങ്ങനെ ഈ പറയുന്നതായ പലസ്റ്റൈൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പലസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഓഫ് ഇസ്രയേൽ, ലാൻഡ് ഓഫ് ഹീബ്രു, അതുപോലെ തന്നെ ലാൻഡ് ഓഫ് ഇമ്മാനുവൽ, ലാൻഡ് ഓഫ് സോളമൻ ഓർ കിങ്ഡം ഓഫ് സോളമൻ, ആൻഡ് ലാൻഡ് ഓഫ് ഫെർട്ടിലിറ്റി ആൻഡ് ലാൻഡ് ഓഫ് ഫാമൈൻ. ഇത്രയും നാം ഇന്ന് മനസ്സിലാക്കി വെക്കുന്നു. ഇനി അടുത്ത നാളെ നമുക്ക് തുടങ്ങാം. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.